ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയപ്പോഴത്തേക്കും റിവ്യൂസും കുറവാണ്, അതുപോലെ തന്നെ അവർ കൊടുക്കുന്ന പ്ലേസ്മെന്റ്സും അത്ര ഓക്കെ അല്ലായിരുന്നു. IBSൽ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാതെ അബ്രോഡ് പോയാലും നമുക്ക് നല്ലൊരു ജോബാണ് കിട്ടുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യാനുള്ള കാരണം എൻ്റെ ചേട്ടൻ നേഴ്സാണ്. അപ്പോൾ ആള് പറഞ്ഞു ഹോസ്പിറ്റൽ ബേസ്ഡ് എന്തെങ്കിലും കോഴ്സ് എടുത്താൽ മതി. എനിക്ക് നേഴ്സിങ്ങിനോടൊന്നും താല്പര്യമില്ല, പക്ഷെ ഹോസ്പിറ്റൽ ബേസ്ഡ് ജോബ് വേണം നോക്കിയപ്പോഴത്തേക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ബെറ്റർ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ ഞാൻ കൂടുതലും നോക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൂടുതലും പ്ലേസ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും നല്ല എക്സ്പീരിയൻസ് പറയും. അപ്പൊ അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ പിന്നെ IBS അക്കാഡമി ഞാൻ ചൂസ് ചെയ്തു. ഫാക്കൽറ്റീസിനെ കുറിച്ച് ഞാൻ 100% എല്ലാവരോടും ഉറപ്പ് പറയുന്നു, കാരണം അത്ര എനിക്ക് നല്ലപോലെ ക്ലാസ് കിട്ടിയിട്ടുണ്ട്. CC ക്ലാസ് ആണെങ്കിലും അതിനകത്തെ മാം ആണെങ്കിലും ഞങ്ങൾക്ക് നല്ലപോലെ ഇതായിരുന്നു. പിന്നെ സർട്ടിഫിക്കറ്റ് വാല്യൂ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വാല്യൂ ആണ്. നിങ്ങൾ 100% ഷുവർ ആണ്. ഈ ഒരു 1 ഇയറിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സ്റ്റുഡൻസിനെ മാറ്റി നിർത്തി നമുക്ക് എത്ര തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ IBS ചൂസ് ചെയ്തതിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഓക്കെ ആണ്.